വാ, ഇവന്മാരെ വെച്ച് ഇന്ന് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ചിക്കൻ കുഴിമന്തി, എൻ്റെ ഫേവറേറ്റ് ആണ്. നീനാമ സ്പെഷ്യൽ ചിക്കൻ മന്തി. അങ്ങനെ മന്തിക്കുള്ള മസാല നീനാമ പ്രിപ്പയർ ചെയ്ത് പൊടിച്ചു വെച്ചു. പിന്നെ നമ്മൾ ചിക്കൻ എടുത്ത് അതിനെ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം കേട്ടോ, കാരണം അവന്മാരിലെല്ലാം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ മന്തി മസാല പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിത് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലെമൺ ജ്യൂസും അതേപോലെ തന്നെ ഒലിവ് ഓയിലും ആണേ. ഇവന്മാരെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മസാലയ്ക്ക് ഒന്ന് കുറച്ചെടുത്തൊന്ന് മാറ്റി വെക്കണം കേട്ടോ, അവനെ നമുക്ക് പിന്നീട് ആവശ്യം വരും. അങ്ങനെ ഇവന്മാരെ എല്ലാം മിക്സ് ചെയ്ത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് ഇവന്മാരിലെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിക്കണം. വേവിക്കുമ്പം 45 മിനിറ്റ് ഓരോ സൈഡും വേവണം കേട്ടോ, കാരണം പിന്നീട് നമ്മൾ വേവിക്കുന്നില്ല. അങ്ങനെ എല്ലാം ആവി കയറ്റി വെച്ചിട്ട് നമ്മൾ ഇത് റൈസിന് ഇടാനുള്ള സാധനങ്ങളാണ്. ക്യാപ്സിക്കം ആയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. ക്യാപ്സിക്കം, സവാള, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു എല്ലാം എടുത്തരിഞ്ഞ് റൈസിലിട്ട് അത് സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇവനാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല. അതിനകത്ത് കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്നും കൂടി മിക്സ് ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ റൈസിൻ്റെ മുകളിൽ ഉമ്മാരെല്ലാം നിരത്തി വെക്കണം. നമ്മുടെ മന്തി റെഡിയായി. മയണൈസ് കെച്ചപ്പോൾ എന്തായാലും കാണുമല്ലോ, മയണൈസാണ് മെയിൻ. പിന്നെ ചാർക്കോൾ ഇട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ പെർഫെക്റ്റ്. എൻ്റെ വെപ്രാളം കാരണവും ആക്രാന്തം കാരണവും ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. എല്ലാവരും ട്രൈ